What's up, people? This is Koji Machan and welcome back to another vlog. അപ്പോൾ ഞാൻ എൻ്റെ 790യുടെ ചെറിയൊരു വീഡിയോ ആണ് എനിക്ക് നിങ്ങളെ ജസ്റ്റ് പറയണമെന്ന് തോന്നി. എന്തൊക്കെ മോഡ്സ് ചെയ്യാൻ വണ്ടി ചെയ്തിട്ടുണ്ട്. വലിയ സ്റ്റോക്കായിട്ട് തന്നെ ആയിരിക്കും നിങ്ങൾ വണ്ടി കാണുന്നത്. പക്ഷേ ഇതിൽ എത്ര രൂപ മുടക്കിയിട്ടുണ്ട്, എന്തൊക്കെ ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. ഫ്രണ്ടിൽ ഈ ഒരു പവർ പാർട്സിന്റെ വൈസർ ഉണ്ട്. ഇത് ഏകദേശം ഒരു 12,000 റുപ്പീസ് ഉണ്ട്. പിന്നെ താഴത്തോട്ട് നോക്കാൻ പോയാൽ ഈ വണ്ടിയിൽ ഏറ്റവും വില കുറഞ്ഞ ഒരു സാധനം ഇതിൽ വെച്ചേക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഷോക്കിന്റെ കവറാണ്. അത് ഏകദേശം 800 രൂപ മാത്രമേ ഉള്ളൂ. മോട്ടോ ട്രെൻഡ്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. പിന്നെ നിങ്ങൾക്ക് ഈ സൈഡിൽ കാണാൻ പറ്റുന്ന ഈ ലിവർ ഗാർഡ്സ് ബാർക്ക് ബസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. ഇതിൻ്റെ പ്രൈസ് ഏകദേശം 11,000 റുപ്പീസ് ഉണ്ട് ഈ ഒരു സാധനത്തിൻ്റെ പ്രൈസ്. പിന്നെ സൈഡിൽ നമ്മൾ ക്രാഷ് ഗാർഡ് സ്റ്റോക്കാണ്. ഇത് ഞാൻ മാറ്റിയിട്ടൊന്നുമില്ല, സ്റ്റോക്ക് ക്രാഷ് ഗാർഡാണ് വെച്ചേക്കണേ. പിന്നെ ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പോയാൽ ആറാഞ്ചിയുടെ സൈഡ് കവേഴ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ എൻജിൻ സൈഡ് കവറിന് മുകളിലൊരു കവർ, അത് കൂടാണ്ട് നമ്മുടെ വാട്ടർ പമ്പിൻ്റെ അവിടെ നമ്മൾ കവർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കൂടാണ്ട് ഇപ്പുറത്തെ സെയിം സാധനം ഇപ്പുറത്തെ സൈഡിലുണ്ട്. ഇത് മൊത്തം ഒരു സെറ്റായിട്ടാണ് കിട്ടുന്നത്. ഇത് ഏകദേശം 24,000 രൂപ പ്രൈസ് ഉണ്ട് ഈ ആറാഞ്ചിയുടെ ഈ ഫുൾ സെറ്റിന്. പിന്നെ നമ്മൾ ഇവിടെ ഒരു സെപ്പറേറ്റ് ഒരു ബെല്ലി, അണ്ടർ ബെല്ലിക്ക് ഒരു പീസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു മെറ്റൽ പീസാണ്. അതിൽ KTM 790 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് നമുക്ക് ഏകദേശം 8,000 റുപ്പീസായി. അത് ഫുള്ളി കസ്റ്റം മെയ്ഡാണ്. നമുക്ക് ഡയറക്റ്റ് വാങ്ങി ഫിറ്റ് ചെയ്തതല്ല. ഡയറക്റ്റ് വാങ്ങുമ്പോൾ ഏകദേശം 25,000 രൂപയോളം ഉണ്ട്. അപ്പോൾ ഇത് കസ്റ്റമായിട്ട് ഉണ്ടാക്കിച്ച സാധനമാണ്. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ എക്സോസ്റ്റ് ആയിരിക്കും. അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ വ്ളോഗിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഞാൻ ഡീകാറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു കാറ്റലിറ്റിക് കൺവേർട്ടർ വരും. ആ കൺവേർട്ടർ മാറ്റിയിട്ട് നമ്മളിവിടെ ഒരു സ്ട്രെയിറ്റ് പൈപ്പ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. വിത്ത് സ്റ്റോക്ക് മഫ്ലർ തന്നെയാണ്. അപ്പോൾ ചെറിയൊരു ബേസ് വ്യത്യാസം ഉണ്ടാകും. കുറച്ചും കൂടെ ഗ്രൗളിങ് സൗണ്ട് കുറച്ചും കൂടെ രസമായിട്ട് ത്രോട്ടിൽ ചെയ്യുമ്പോൾ കേൾക്കാൻ പറ്റും. അപ്പോൾ അത് ചെയ്യാൻ എനിക്ക് ഏകദേശം 12,000 രൂപയായിട്ടുണ്ടായി. പിന്നെ ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക നമ്മുടെ ടെയിൽ ടൈഡിയാണ്. ഇതിൻ്റെ ടെയിൽ ഭയങ്കര ലോങ് ആയിരുന്നു. ഇവിടെ ആയിരുന്നു അതിൻ്റെ ടെയിൽ ലാമ്പ് വരുന്നത്. അത് ബോഡിയിലല്ല കേട്ടോ, ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഒരു ടെയിൽ ലാമ്പ് വരുന്നത്. അത് മാറ്റിയിട്ട് നമ്മൾ ആറാഞ്ചിയുടെ തന്നെ ടെയിൽ ടൈഡി വെച്ചിട്ടുണ്ട്. ഈ ടെയിൽ ടൈഡിക്ക് ഒരു വെറൈറ്റി എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇവിടെ ഒരു മെറ്റൽ ഷീൽഡ് ഉണ്ട്. ഈ എക്സോസ്റ്റിൻ്റെ ഹീറ്റ് അടിച്ചിട്ട് ഇൻഡിക്കേറ്റർ ഉരുകി പോകുന്ന ഒരു സീൻ ഉണ്ടായി. അപ്പോൾ അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടി എക്സോസ്റ്റിൻ്റെ ഇവിടെ ഷീൽഡ് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ വിത്ത് നമ്പർ പ്ലേറ്റ് ഹോൾഡറും നമ്പർ പ്ലേറ്റ് ലൈറ്റ് ഉണ്ട്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് സ്റ്റോക്ക് ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് നമ്മളിതിൽ സെറ്റ് ചെയ്തേക്കണം. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഏകദേശം 12,000 റുപ്പീസ് ഉണ്ട് ഈ ആറാഞ്ചിയുടെ ടെയിൽ മാത്രം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ സൈഡിൽ കാണാൻ പറ്റില്ല, പക്ഷേ ഇവിടെ ഉണ്ട് മിറർ. ഇതും ആമസോണിൽ നിന്ന് വാങ്ങിയ മിററാണ്. വൺ സൈഡ് ഒടിഞ്ഞു പോയി. ഇത് ഏകദേശം 900 രൂപയുണ്ട് ഈ മിററിന് മാത്രം. നമ്മൾ സീറ്റ് ചെയ്തിട്ടുണ്ട് വെൻഡേറ്റ സീറ്റിൽ നിന്ന്. അപ്പോൾ അത് ഏകദേശം 14 രൂപ പ്ലസ് ആവും. ഡിസ്കൗണ്ട് ഒക്കെ ചെയ്താണ് നമുക്ക് തന്നേക്കണത്. അത് കൂടാണ്ട് ഞാൻ ഒരു സീറ്റ് കൗൾ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട്. ഈ സീറ്റ് മാറ്റിയിട്ട് നേരെ സീറ്റ് കൗൾ സെറ്റ് ചെയ്യാൻ പറ്റും. ആ സീറ്റ് കൗളിന് നമുക്ക് ഏകദേശം ഒരു 6,000-7,000 രൂപ ആ ഒരു റേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തൊരു സാധനമുണ്ട്. നമ്മുടെ റേഡിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ ആറാഞ്ചിയുടെ ഒരു കവർ ഉണ്ട്. അത് ഏകദേശം 12,000 രൂപയാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെളിയും കാര്യങ്ങളൊക്കെ തിരിച്ച് റേഡിയേറ്ററിൻ്റെ ഫിൻസ് ബെൻഡായി പോകാണ്ടിരിക്കാനാണ്. ഒരു നെറ്റ് പോലത്തെ സാധനമാണ് സംഭവം. ചെറിയ ചെറിയ സാധനമാണ്, വലിയ റേറ്റ് ഒന്നുമില്ല. പക്ഷേ 12,000 രൂപയുണ്ട് ആ ഒരു റേഡിയേറ്റർ ഗാർഡിന് കേട്ടോ. പിന്നെ നമ്മൾ വണ്ടിയുടെ ചെറിയ സ്റ്റിക്കറിങ് ഒക്കെ ഉണ്ട്. അതൊക്കെ ചെറിയ റേറ്റ് ഉള്ളൂ. പിന്നെ ഫുൾ PPF ചെയ്തിട്ടുണ്ട്. PPF ചെയ്യാൻ ടാങ്ക് മാത്രമേ ഉള്ളൂ. ഇത് മാറ്റും. ഇത് ഞാൻ ഗ്ലോസ് PPF ആണ് ചെയ്തേക്കുന്നത്. ഇതൊരു പീസാണ് സെപ്പറേറ്റ്. ഇത് നമ്മൾ ഗ്ലോസ് PPFും ഇത് നമ്മൾ മാറ്റ് PPFും ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം 12 രൂപയോളം വന്നിട്ടുണ്ട് അത് ചെയ്യാൻ. പിന്നെ നമ്മുടെ വണ്ടി സർവീസൊക്കെ ചെയ്യാൻ ഏകദേശം 8,000 രൂപയോളം ആവും. ഓയിൽ ഫിൽറ്ററൊക്കെ മാറാൻ. ഓയിൽ ഫിൽറ്റർ നോർമൽ പേപ്പർ ഫിൽറ്ററാണ് ഇതിന് വന്നത്. അപ്പോൾ 850 രൂപ ആ റേഞ്ചൊക്കെ ഉള്ളൂ. പിന്നെ ലേബറും ഓയിലിൻ്റെ പ്രൈസ് എല്ലാം കൂടി ആകുമ്പോൾ ഒരു 7,000-8,000 രൂപ നമുക്കത് വരും. അതുകൂടാണ്ട് ബ്രേക്ക് പാഡ്സ്, ഫ്രണ്ട് 2 ബ്രേക്ക് പാഡ്സും ഞാൻ EBCയുടെ ബ്രേക്ക് പാഡ്സാണ് യൂസ് ചെയ്യുന്നത്. ഏകദേശം 8,000 റുപ്പീസ് ഉണ്ട് പെയർ. അതായത് 2 സെറ്റ് ഉണ്ട് കേട്ടോ. 2 ഡുവൽ ഡിസ്ക് ആണല്ലോ. അപ്പോൾ 2 സെറ്റ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഏകദേശം 8,000 രൂപയും. പിന്നെ നമുക്ക് ടയേഴ്സ് ഇപ്പോൾ യൂറോ ഗ്രിപ്പിൻ്റെ ടയേഴ്സാണ്. ഏകദേശം 26,000 രൂപയ്ക്ക് വാങ്ങിയാണ് സെറ്റ് ഇട്ടാ. ഫ്രണ്ടും ബാക്കും കുഴപ്പമില്ലാത്തൊരു ടയേഴ്സാണ്. EBCയുടെ ബ്രേക്ക് പാഡ് പക്ഷേ അടിപൊളി ബ്രേക്ക് പാഡ്, നല്ല വ്യത്യാസമുണ്ട്. ഓൾറെഡി ഇതിന് റേഡിയൽ മാസ്റ്റർ സിലിണ്ടർ ഉണ്ട്. അതുകൊണ്ട് ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഓൾറെഡി സ്റ്റിയറിംഗ് ഡാമ്പർ ഉണ്ട്. ഇലക്ട്രോണിക് വൈസ് കുറേ സാധനങ്ങളുണ്ട്. ഭയങ്കര സേഫ്റ്റി വൈസ് ഭയങ്കര അടിപൊളിയാണ്. കുറേ ഫീച്ചേഴ്സ്, ഇലക്ട്രോണിക് ഫീച്ചേഴ്സ്, വീലി കൺട്രോള്, പിന്നെ ട്രാക്ഷൻ കൺട്രോൾ, ABS, ഡുവൽ ചാനൽ ABS, സൂപ്പർ മോട്ടോ മോഡ്, പിന്നെ സ്ലിപ്പർ ക്ലച്ച്, ക്വിക്ക് ഷിഫ്റ്റർ, അപ്പ് ആൻഡ് ഡൗൺ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഈ എക്സോസ്റ്റ് ചെയ്ത പിന്നെ നിങ്ങൾ എൻ്റെ വ്ളോഗ് വീഡിയോസ് ശ്രദ്ധിച്ചാൽ മതി. കൈ കൊടുത്ത് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി പൊട്ടലുണ്ടായി. പക്ഷേ ഈ ഡീകാറ്റും കൂടെ ചെയ്തപ്പോൾ നല്ല രീതിയിൽ വണ്ടി പൊട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു ചെറിയൊരു കാര്യം, നമ്മുടെ R15 വന്നൊരു സാധനമാണിത്.
നമ്മുടെ മിററിന്റെ പഴയ മിറർ വെച്ച സ്ഥലം ഉണ്ടല്ലോ, അവിടെ തന്നെ ഒരു ക്യാപ്പ് വരും R15ന്റെ. ആ ക്യാപ്പ് ഇട്ടാണ് ഞാൻ ആ ഭാഗം ക്ലോസ് ചെയ്തേക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൽ പെർഫോമൻസ് ആയിട്ട് വേറെ സാധനം BMCയുടെ എയർ ഫിൽറ്റർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം 7000 രൂപയുടെ എയർ ഫിൽറ്ററിന്. അത് വെച്ചപ്പോഴത്തേക്കും ത്രോട്ടിൽ ചെയ്യുമ്പോൾ സൗണ്ടും വ്യത്യാസമുണ്ട്. അതുപോലെ ടോപ്പ് എൻഡ് പെർഫോമൻസ് കുറച്ചും കൂടി, അതായത് ഹയർ RPM വണ്ടി വെറുതെ വലിച്ചഴച്ച് കൊണ്ടുപോകും. നമുക്ക് പേടിയാവും. എനിക്കിപ്പോഴും ഈ വണ്ടി ഓടിക്കാൻ സത്യം പറഞ്ഞാൽ പേടിയാണ്. കാര്യം എപ്പോഴും പേടിപ്പിക്കും. വെയിറ്റും കുറവാണ്, അതുകൊണ്ടാണ് പെർഫോമൻസിന് മാരക പെർഫോമൻസും. അപ്പോൾ എപ്പോഴും പേടിയാവും കേട്ടോ വണ്ടി ഓടിക്കാൻ. പിന്നെ ഫ്യൂലെക്സ് വെക്കാൻ പ്ലാൻ ഉണ്ട്, സാധനം കയ്യിലുണ്ട്, അത് കൊണ്ടേ വെക്കണം. ഫ്യൂലെക്സിൻ്റെ ആ ഒരു ഫ്യൂലെക്സ് പ്രോ പ്ലസ് ആ സാധനം നമ്മുടെ കയ്യിലുണ്ട്. 790ക്ക് വേണ്ടി അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ആകെ കുറച്ച് വണ്ടികളുള്ളൂ, എന്നാലും അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സാധനം നമ്മൾ ഇതിൽ വാങ്ങിയിട്ടുണ്ട്, അതിനി പയ്യെ വെക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വണ്ടി ചെയ്തേക്കണ കാര്യങ്ങൾ. ഇതാണ് എൻ്റെ 790യുടെ ഇപ്പോഴത്തെ ഫുൾ ഡീറ്റെയിൽസ്. എന്തൊക്കെയാണ് വണ്ടി ചെയ്തേക്കണമെന്ന്, എത്ര കോസ്റ്റ്, എത്ര കാര്യങ്ങളും ഞാൻ മുടക്കിയിട്ടുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എക്സോ സൗണ്ട് കേൾക്കണമെങ്കിൽ, റണ്ണിങ് സൗണ്ട് കേൾക്കണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വ്ളോഗിൽ പോയി ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഇപ്പം നിങ്ങളെ ഒന്ന് കേൾപ്പിച്ചു തരാം. കോൾ സ്റ്റാർട്ടാണ്, ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യണേ. ഒരു ബാറെങ്കിലും കയറട്ടെ കേട്ടാ. അപ്പൊ അതാണ് സൗണ്ട്.